എൻ്റെ മൈൻഡ് നിങ്ങളെടുത്തോ, എൻ്റെ മൈൻഡ് നിങ്ങളെടുത്തോ. ഹിപ്നോട്ടിസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് വീഡിയോസ് ഇട്ട് കണ്ടന്റ് ഫേമസ് ആക്കി, അല്ലെങ്കിൽ കണ്ടന്റ് ഇട്ട ഒരാൾ, അല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഇടയിലേക്ക് റീച്ച് കൊണ്ടുവന്ന ഒരാൾ ഞാനാണ്. എല്ലാ മെന്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഡാരൻ എന്ന് പറയുന്നൊരു വ്യക്തിയായിരിക്കും ഐ തിങ്ക് മോസ്റ്റ് ആൾക്കാരുടെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. സോ ഐ എം ഹ്യൂജ് ഫാൻ ഓഫ് ഡാരൻ. കുറേ സെലിബ്രിറ്റീസിനോടൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ആരായിരുന്നു? അനുശ്രീ ഒക്കെ ആയിട്ട് അല്ലേ? അനുശ്രീ. പിന്നെ ആരാണ് നമ്മുടെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഉപ്പുമുളവിലും ആക്ട്രസ് ആയിരുന്ന നിഷ മാം ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ ശോഭ മാം ഉണ്ട്. ക്യാമറ കാണിക്കണമെങ്കിൽ ക്യാമറ കാണിക്കാം, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു റീഡ് ഫസ്റ്റ് അങ്ങനെ ചെയ്യാം. അതൊന്ന് വായിക്കാം, ഉറക്കെ വായിക്കാമോ? യു വിൽ തിങ്ക് ഓഫ് മനു. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ശംഖുമുഖത്താണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശംഖുമുഖത്തെ കടൽ തീരെ എണ്ണാൻ വേണ്ടിയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ കൂടെ ഒരു വ്യക്തിയും കൂടി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം കുറേ നാളായി ഈ ഒരു വ്യക്തിനെ കാണണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം മെൻ്റലിസ്റ്റ് അർജുൻ. നമസ്കാരം. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. സുഖമായിരിക്കുന്നു? നന്നായിട്ടിരിക്കും. താങ്ക് യു. കുറേ നാൾ ശേഷം, അതായത് ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 8-3 മാസമായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കുറേ ദിവസമായി. ഫോർച്ചുനേറ്റ്ലി ഓരോ കാരണം കൊണ്ട് മാറിപ്പോയിട്ട് ഫൈനലി ഇന്നാണ് കാണാൻ പറ്റിയത്. ഐ എം സോ ഹാപ്പി ടു മീറ്റ് യു. സെയിം ടു യു. ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ മെൻ്റലിസ്റ്റിന് മുമ്പൊരു അർജുൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം തുടങ്ങിയിട്ട് നമുക്ക് പതിയെ ഇതിലേക്ക് വരാം. എങ്ങനെയാണ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. എനിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ സ്റ്റേജ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് ഫോം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സിനിമ അല്ലെങ്കിൽ നാടകം, അങ്ങനെയുള്ള കുറേ ആർട്ട് ഫോംസ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അങ്ങനെയൊന്നും ഒരാളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷർ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ട് ഫോം ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരോ ഒന്നുമല്ല. ഓക്കെ. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വന്ന ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ടി വിയിൽ മറ്റേ മുതുകാട് സാറിൻ്റെ മാജിക് ഷോയും അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ മാജിക് ഷോസ് ഒക്കെ വരില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി കാണുന്ന ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ സമയത്ത്. എന്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരണം അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗോവിന്ദ്. അപ്പം അവൻ എനിക്ക് നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ട്രിക്ക്, കുഞ്ഞൊരു മാജിക് എന്നൊന്നും പറയാൻ പറ്റും, കുഞ്ഞൊരു ട്രിക്ക് കാണിച്ചു. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നു. പിന്നെ ഓക്കെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചാൽ എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ തോട്ട് വരുന്നത്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച്, ഞാനും ഈ പറയുന്ന ഗോവിന്ദ് അല്ലെങ്കിൽ അരവിന്ദ് അഭിലാഷ്, അപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് അവരെ ഞെട്ടിക്കാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. അതാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അവന്മാരെ ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം, അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവിടെ നിന്നാണ് പയ്യെ പുറത്ത് ആൾക്കാരെടുത്ത്, അതായത് പുറത്ത് മീൻസ് എൻ്റെ കൂട്ടുകാരെടുത്ത് സ്കൂളിൽ പോകുന്ന സമയത്തും പിന്നീട് കോളേജിലാവുന്ന സമയത്ത് അവരുടെ അടുത്തൊക്കെ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ ഈ പറയുന്ന ശംഖുമുഖം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ശംഖുമുഖം അല്ലെങ്കിൽ ആഴിമല, അങ്ങനെയുള്ള കോവളം, അവിടെയൊക്കെ ബീച്ചിലൊക്കെ സ്ഥിരമായിട്ട് പോയിട്ട് അവിടെ വരുന്ന ഫോറിനേഴ്സിൻ്റെ അടുത്തും അവിടെ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ മാജിക് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഈ എന്തെങ്കിലും സ്പെഷ്യൽ കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ? കോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡൊക്കെ ഇപ്പം കുറേ ഇപ്പം വരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് പണ്ട് അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം തന്നെ ഇത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഒന്നും ഐഡിയ ഇല്ല. അന്ന് ആകെ ഉള്ളതെന്ന് പറയുന്നത് ഒരു യൂട്യൂബാണ്. നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും നമുക്ക് നേരെ ഗൂഗിളിൽ പോകുക അല്ലെങ്കിൽ യൂട്യൂബിൽ പോകുക, അല്ലേ, ആ ഒരു അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാജിക്സ് പഠിച്ച് തുടങ്ങുന്നത് ഈ പറയുന്ന പോലെ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ. ചെറിയ ട്രിക്സ് ഒക്കെ മാജിക്സ് പഠിച്ചു തുടങ്ങുന്ന യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അവിടെ നിന്നാണ് കൂടുതൽ ഈ പറയുന്ന പുറത്തുള്ള ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെടുക, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ മാജിക്സ് അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് ഇഷ്ടപ്പെടുക. മാജിക് അല്ലാണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോം ഉണ്ടെന്ന് മനസ്സിലാക്കുക, പിന്നീട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ശരിയാണോ അതോ അല്ലെങ്കിൽ സയൻസ് ഉണ്ടോ, എന്താണ് സംഭവം? ബേസിക്കലി മെറ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോം എന്ന് പറയുന്നത് മാജിക്കിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ്. ഓക്കെ. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു പെർഫോമിംഗ് ആർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മളിതിനകത്ത് സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യും. ഓക്കെ. ഹിപ്നോട്ടിസം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഹിപ്നോട്ടിക് സജഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു കോമ്പിനേഷനാണ് മെറ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോം. ഓക്കെ. നമ്മൾ അതുകൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും. ഓക്കെ. അതല്ലാതെ ഒരാൾക്കും വേറെ ആളുടെ മൈൻഡ് വായിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ. അങ്ങനെ ഒരു മെൻ്റലിസ്റ്റും ക്ലെയിം ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. സോ ഇത് നമ്മുടെ കുറച്ച് സ്കിൽ സെറ്റ്സും പ്ലസ് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് പ്രാക്ടീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു പരിപാടി.
അത്ര തന്നെ സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്തേ ചിലപ്പോൾ പണി പാളി എന്ന് തോന്നുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ ഓവർകം ചെയ്യുന്നത്? സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലൈവ് അല്ലേ, അപ്പോൾ ലൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് മേ ബി നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, ചില സമയത്ത് ഓഡിയൻസ് വരുന്ന സമയത്ത് ഓഡിയൻസ് നമ്മൾ പറയുന്ന കറക്റ്റായിട്ട് അവർക്ക് കണക്റ്റ് ആവാത്ത സിറ്റുവേഷൻസ് വരാം. അപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് അത് മാക്സിമം അയ്യോ അത് തെറ്റിപ്പോയി എന്ന് ഓഡിയൻസിന് മനസ്സിലാവാതെ, അല്ലെങ്കിൽ നമ്മളവിടെ ഡൗൺ ആവാതെ അതിനെ വേറെ രീതിയിലേക്ക് ഒടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു ഡിഫറെൻറ്റ് ഔട്ട്കമോ റിസൾട്ടോ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് ചില സമയങ്ങളിൽ തീരെ നിവൃത്തിയില്ലാത്ത ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഓക്കെ, ഈ പറഞ്ഞ പോലത്തെ റീസൺസ് എല്ലാം പോയി എന്ന് ഓഡിയൻസിനും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഓപ്പണായിട്ട് പറയും, ഈ കാര്യം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തു. ഡെഫിനറ്റ്ലി ലൈവ് ഷോസിൽ നമുക്കത് ഡെഫിനറ്റ്ലി ഇപ്പോഴും വരും, ഡെഫിനറ്റ്ലി വരും. ലൈവ് ഷോസിൻ്റെ ഇടയിൽ അത് പോസിബിൾ ആണ്. ഓക്കെ, 100% നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലൈവ് ഷോയിൽ അങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ബിക്കോസ് ആ മൊമെന്റിലാണ് നമുക്ക് ആ റെസ്പോൺസസ് കിട്ടുന്നത്. ഇപ്പം ചിലപ്പോൾ ഞാനിപ്പോൾ ബ്രോ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുക എന്ന് ഞാൻ ബ്രോ അടുത്ത് പറയാണ്. അപ്പം ബ്രോ കുറച്ച് വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് നമ്മളെ ഓക്കെ ഇവനൊരു ശരീരം പണി കൊടുക്കാം അങ്ങനെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി അവർക്കും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ബട്ട് എപ്പോഴും ആ റൂമിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള പേഴ്സൺ നമ്മളായിരിക്കേണ്ട ഒരു ഷോ ചെയ്യുന്ന സമയത്ത്. സോ അതിന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഇപ്പോൾ കുറേ സ്റ്റേജ് പരിപാടി ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ മോസ്റ്റ് മെമ്മറബിൾ ഒരു മൊമെന്റ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വെരി ഡിഫിക്കൽട്ട് ടു സേ, കാരണം ഓരോ സ്റ്റേജും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് ഒരു മനസ്സിൽ വരുന്ന സാധനം പെട്ടെന്ന് കോളേജ് ഷോ ഒക്കെയാണ് കൂടുതൽ ഭയങ്കര നമുക്ക് ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ യെസ് ലൈവായിട്ടുള്ള അപ്പോൾ അത്രയും റെസ്പോൺസ് കിട്ടുന്ന കോളേജ് ഷോസ് ആയിരിക്കും. എനിക്ക് റീസെൻ്റ്ലി ചെയ്തതിൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലിരുന്നൊരു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്തൊരു ഷോ. നല്ല ഓഡിയൻസ് ആയിരുന്നു, നല്ല ക്രൗഡായിരുന്നു. ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാ ഷോസും നല്ല രീതിയിലാണ് നമുക്ക് റെസ്പോൺസ് വരുന്നത്. എന്നാലും പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ് അത് ആ സംഭവമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈം ഗൾഫിൽ എന്തോ പോയല്ലോ, അബുദാബി ചെയ്തിരുന്നു. ഷോസിൻ്റെ ഭാഗമായിട്ട് പോയതാണ്, അബുദാബിയിൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു ഗൾഫിൽ തന്നെ, ഈ പറയുന്ന പുറത്ത് തന്നെ വേറൊരു സ്ഥലത്ത് 2 സ്ഥലത്ത് ഷോസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റേ ഗെയിമിലോട്ട് കിടക്കാൻ വേണ്ടി ഗെയിമോ നമുക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഓ അങ്ങനെ ഞാൻ ചെയ്യുന്നതാണോ? അതിനാണ് ഗെയിം. ഞാൻ കരുതി ഇവിടെ എന്തോ എന്നെ കൊണ്ട് ഗെയിം ഒക്കെ ചെയ്യിപ്പിക്കാൻ. ഇല്ല, ചെറുതായിട്ട് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മുടെ പരിസരം എങ്ങനെയാണല്ലോ, ഇപ്പോൾ റൂമ് നല്ലല്ലോ അല്ല, ഞാനീ പറയുന്ന പോലെ അങ്ങനെ ഉറക്കെടുത്തരുത്, കാരണം ഉറക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും എനിക്കറിയില്ല. ഉറപ്പായിട്ടും നമുക്ക് അല്ല അതിലേക്കൊക്കെ നമുക്ക് വരാം. ബട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഭയങ്കര എക്സൈറ്റിംഗ് ആണോ, കൂടെ ടെൻഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ സോ ലെറ്റ്സ് ട്രൈ ദിസ് ആക്ച്വലി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യണം, സിമ്പിൾ. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, സിമ്പിൾ, ഏറ്റവും സിമ്പിളായിട്ടിരുന്നാൽ മതി. ഓക്കെ, ഒരു വാച്ച് ഒരു ക്ലോക്ക് ഇമാജിൻ ചെയ്തോളൂ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ നീഡിൽസ്, അതിൻ്റെ ഡയൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്തോ. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിൻ്റെ നീഡിലെന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പെർട്ടിക്കുലർ ആയിട്ട് ഒബ്വിയസ് ആയിട്ട് 5 മണി 6 മണി 7 മണി അങ്ങനത്തെ ഒരു സമയം വേണ്ട. ഓക്കെ, മേക്ക് ഇറ്റ് വെരി റാൻഡം. അതായത് ഈ മറ്റേ 2 നീഡിൽസ്, ഓക്കെ, അവറുണ്ട് മിനിറ്റ് ഉണ്ട് അല്ലേ, നീഡിൽസ് കറങ്ങാണ്, എവിടെയെങ്കിലും ഒരു പോയിന്റ് സ്റ്റോപ്പ് ചെയ്യണം. സെക്കൻഡ്സ് സൂചി അല്ല ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ്സ് അല്ല, മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി. ഓക്കെ. സോ റാൻഡായിട്ട് ടൈം മനസ്സിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് സിമ്പിൾ. ഓക്കെ, കൈ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്തേ. ഡിഡ് യു സ്റ്റോപ്പ് അറ്റ് 1 ടൈം? അങ്ങനെ മനസ്സിനകത്ത് ഒരു റാൻഡം ടൈം ഉണ്ടോ? പറയാമോ? 3 o'clock. റൈറ്റ്. പുള്ളിക്ക് ഞാനൊരു ഓപ്ഷൻ കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാന്നുള്ളത്, എവിടെ വേണം സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് അല്ലേ. യു സെറ്റ് 3 o'clock. ഈ വാച്ച് എടുത്തിട്ട് അതിൽ എത്ര ടൈം ഒന്ന് നോക്കാവോ? നോക്കിക്കോ. സംഭവം ക്യാമറ വേണേ കാണുന്നുണ്ടോ? ജസ്റ്റ് ക്യാമറയിൽ കൂടെ കാണിച്ചോളൂ. ഇറ്റ് ഈസ് 3 o'clock എക്സാക്ട്ലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ നേരത്തെ വീഡിയോസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, ഇല്ലെങ്കിൽ ആങ്കർ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ചുമ്മാ ഫേക്ക് നോണ പറയിപ്പിക്കാൻ വേണ്ടിയാണ് വിചാരിച്ചത് ഇത്ര നേരം. പക്ഷേ അല്ല, ഇതിപ്പം എന്താ പറയുക, ഓഡിയൻസ് കാണുന്ന സമയത്ത് പറയും നിങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഒരിക്കലും ഞാൻ വിശ്വസിച്ചു. നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ ഈ സമയം തന്നെ വിചാരിച്ചത്. 3 തന്നെയാണ് വിചാരിച്ചത്. വീണ്ടും ചേഞ്ച് ആവണ്ട, വീണ്ടും അതന്നെ വിചാരിച്ചത്. രക്ഷയില്ല. അപ്പോൾ അടുത്തത് വീണ്ടും വേറെ പിന്നെ ചെയ്യാം, വേറെ കുറച്ച് സംസാരിച്ചിട്ട് പോലെ. ഓക്കെ, ഇനിയിപ്പോൾ ഭാവിയിൽ ഇപ്പം എന്താണ് മെയിൻ, ഇതിലേക്ക് തന്നെയാണോ ഫോക്കസ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും പരിപാടീസ് ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ? ഓക്കെ,
അറ്റ് പ്രസൻറ്റ് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അത് തന്നെയാണ്. ഓക്കെ, ഇതുവരെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ കണ്ടിട്ടില്ലാത്ത ടൈം ഓഫ് ഒരു ഫോം ഓഫ് ഒരു മാജിക് ആവട്ടെ, മെൻ്റലിസം ആവട്ടെ, ഹിപ്നോട്ടിസം ആവട്ടെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് അഫ്കോഴ്സ് ചില പുതിയ കാര്യങ്ങൾ എനിക്കിവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഹിപ്നോട്ടിസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് വീഡിയോസ് ഇട്ട് കണ്ടൻറ്റ് ഫേമസ് ആക്കി അല്ലെങ്കിൽ കണ്ടൻറ്റ് ഇട്ട ഒരാൾ അല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഇടയിലേക്ക് റീച്ച് കൊണ്ടുവന്ന ഒരാൾ ഞാനാണ്. ഓക്കെ, സോ ഇപ്പം കുറേ വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് അറിയത്തില്ല അത്. സോ അതുപോലെ തന്നെ അഫ്കോഴ്സ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മാജിക്കിലാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോക്കസ് ചെയ്യുന്ന മെൻ്റലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക. അത് തന്നെയാണ് പ്ലാൻസ് മെയിനായിട്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ആൻഡ് അഗൈൻ മെയിനായിട്ടുള്ള യൂട്യൂബ് തന്നെയാണോ? യൂട്യൂബ് തന്നെയായിരിക്കും. യൂട്യൂബ് മാത്രമായിരിക്കില്ല, നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് മീഡിയ എന്ന് പറയുന്നൊരു എന്തൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ മേ ബി അതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിപ്പോൾ യൂട്യൂബ് ആവട്ടെ, TV ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആവട്ടെ, വാട്ടെവർ, റൈറ്റ്, ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടല്ലോ, വാട്ടെവർ. സോ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഷോ എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ആൾക്കാർക്കും കാണാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന തിയേറ്റർ ഷോസ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രോബ്ലി അത് മാജിക്, മെൻ്റലിസം, ഹിപ്നോട്ടിസം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് മെയിൻലി അതിൽ ഫോക്കസ് ചെയ്യുന്നത് അഫ്കോഴ്സ് മെൻ്റലിസം ഷോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ്. അപ്പോൾ അതേക്കുറിച്ച് നടന്നാലോ? ഷുവർ. പിന്നെ ഇപ്പോൾ ലൈഫിൽ ഇപ്പോൾ ഇതേപോലെ റോൾ മോഡൽ ഉണ്ടാവുമല്ലോ, മെൻ്റലിസ്റ്റ് ഇന്ന ആളാവണം, ഐ മീൻ ആളുടെ സംഭവമൊക്കെ അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? അഫ്കോഴ്സ് ഐ തിങ്ക് എല്ലാ മെൻ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഡാരൻ എന്ന് പറയുന്നൊരു വ്യക്തിയായിരിക്കും ഐ തിങ്ക് മോസ്റ്റ് ആൾക്കാരുടെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. സോ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഡാരൻ്റെ വർക്ക്സ്. ഡാരൻ, ഓക്കെ, നമുക്ക് അവിടെ നിർത്താം, ഡാരൻ അങ്ങനെ പറഞ്ഞ് നിർത്താം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഡാരൻ. മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വേറെ ഒരുപാട് മെൻ്റലിസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ബട്ട് സ്റ്റിൽ നമുക്കൊരു എന്താ പറയണ്ട ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റുന്ന മെൻ്റലിസ്റ്റിൽ പുള്ളിനെ പറയാം. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് മാജിക് തുടക്കത്തിലൊക്കെ ഇൻസ്പയർ ആയത് ഇതിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയത് അഫ്കോഴ്സ് ഡേവിഡ് ബ്ലെയിൻ ആണ്. ഓക്കെ, സോ ഹീസ് ലൈക്ക് എ വെരി ഇൻസ്പയറിങ് പേഴ്സൺ ടു മീ. അദ്ദേഹത്തിൻ്റെ വീഡിയോസാണ് നമുക്ക് ആദ്യം കാണുന്ന സമയത്ത് യെസ് രോമാഞ്ചമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വേണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഈ സംഭവമൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സാണ് ഇടയിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഒരു പവറൊക്കെയാണ്. ഇപ്പം ചില സമയത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോഴേ അടുപ്പിക്കാൻ കുറച്ച് പേടിയാവും. ഇയാൾ നമ്മുടെ മനസ്സ് വായിക്കുമോ, അടുക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ? ഇവിടെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂയുടെ ടെൻഷൻ ഉണ്ടായിരുന്നു അല്ല, വേറെ നമ്മളെ അങ്ങനത്തെ ടെൻഷൻ ഒന്നും പറയണ്ട തൽക്കാലം. അപ്പോൾ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് മെൻ്റലിസ്റ്റ് ആണ് നമ്മുടെ റീഡ് ചെയ്താലോ വേണ്ട കുറച്ച് മാറി നിൽക്കാം എന്നുള്ള ഒരു സാധനം ആദ്യത്തെ ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു ചിലപ്പോൾ ഒരു തോട്ട് ഉണ്ടാവും അവർ കാണുന്ന സമയത്ത്. ചിലപ്പോൾ ഞാനൊരു ഫസ്റ്റ് ടൈം ഒരാളെ കാണുന്ന സമയത്ത് മെൻ്റലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ മെൻ്റലിസ്റ്റ് ആണോ, അത് നിങ്ങൾ എൻ്റെ മനസ്സ് വായിക്കുമല്ലോ, എൻ്റെ കണ്ണിൽ നോക്കി എന്തെങ്കിലും എടുക്കും എന്നുള്ളൊരു വൺസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കുഴപ്പമില്ല, എല്ലാം കൂളാണ്. കാരണം ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും ഐ തിങ്ക് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ എന്താ പറയുന്നത് നമ്മൾ നോർമലി അങ്ങനെയാണോ സംസാരിക്കുന്ന ആ രീതിയിലായിരിക്കും എല്ലായിടത്തും സംസാരിക്കുക. സി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ആ ഒരു ക്യാരക്ടറിലേക്ക് മാറുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ തീർന്നു. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിനും കട്ടിനോട്ടേക്കുള്ള ആ ഒരു മൊമെൻറ്റ് അല്ലേ, നമ്മൾ ചിലപ്പോൾ കളിച്ച് ചിരിച്ച് നിൽക്കുകയായിരിക്കും. ആ മൊമെൻറ്റിൽ ചിലപ്പോൾ നമ്മൾ വേറെ ക്യാരക്ടറായിട്ടായിരിക്കും അഭിനയിക്കുന്നത്. റൈറ്റ്, സോ സെയിം അത്രേ ഉള്ളൂ. കോൺസ്റ്റന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന പ്രാന്താവില്ല ആൾക്കാർക്ക്. നോർമലി ഞാൻ വിചാരിച്ചത് സംഭവം അങ്ങനെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കുറവായിരിക്കുമോ, അത് പേടി ഉണ്ടാവുക? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ പൊതുവേ മേ ബി ഫ്രണ്ട്സ് ലൈക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതുകൊണ്ട് പറയാം, വാട്ട് ഐ ഫെൽറ്റ്, ഞാൻ ഒരു ഭയങ്കര ചെറിയൊരു സർക്കിളുള്ള ഒരാളാണ്. എനിക്ക് ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആൾക്കാർ അറിയാം. ബട്ട് ഫ്രണ്ട്സ് സർക്കിൾ വരുമ്പോൾ കുറച്ച് കുറവുള്ള ഒരാളാണ്. ബിക്കോസ് ചില ആൾക്കാർ നമുക്ക് ഈ പറയുന്ന പോലെ ഓക്കെ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പിനേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഓക്കെ ഇയാൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെ നിർത്താമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ അഫ്കോഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാർ ലൈഫിൽ വരുന്ന സമയത്ത് ഞാൻ കൈൻഡ് ഓഫ് പെട്ടെന്നൊരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളായിട്ട് ജെല്ല് ചെയ്ത് പോകാന്ന് പറയുന്നത് കുറച്ചാണ്. ബട്ട് കുറച്ചൊരു ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്കും ഓക്കെയാണ്, ആ ഒരു വൈബ് കണക്റ്റ് ആവുന്നു എന്ന് തോന്നിയാൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. കുറേ സെലിബ്രിറ്റീസിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ആരായിരുന്നു? അനുശ്രീ ഒക്കെ ആയിട്ട് അല്ലേ? അനുശ്രീ. പിന്നെ ആരാണ് നമ്മുടെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഉപ്പുമുളവിലും ആക്ട്രസ് ആയിരുന്ന നിഷ മാം ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ ശോഭ മാം ഉണ്ട്, ശോഭ പുള്ളിക്കാരി ഉണ്ടായി. ബിഗ് ബോസിൽ തന്നെ കുറേ പേര്. പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു?
സെലിബ്രിറ്റി ആവുമ്പോൾ ഇല്ല ഇല്ല അവരെ പേടിക്കേണ്ടതല്ലേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഓരോ ആൾക്കാരെ കാണുന്ന സമയത്ത് പല ആൾക്കാരും പല നേച്ചർ ആയിരിക്കും. അപ്പം അവരെങ്ങനെ നമ്മൾ റിസീവ് ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ പലപ്പോഴും. നമുക്ക് നമ്മളെക്കാട്ടി കുറച്ചുകൂടി പ്രായമുള്ള ആള് അവരോട് എങ്ങനെ പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇല്ല. നമ്മൾ വൺസ് ഈ പറയുന്ന ഒരു പെർഫോമൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന ഒരുപോലെയാണ്. ഒരു കുട്ടി എടുത്തിരുന്നാലും ഒരു വലിയൊരാളെടുത്തിരുന്നാലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, വെൻ വി ആർ പെർഫോമേഴ്സ് അവിടെ നമ്മൾ പെർഫോമർ ആണ്. അവിടെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചെറിയൊരാൾ വലിയൊരാൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചെറിയൊരു സാധനം കൂടി എനിക്ക് വേറെ സംഭവമുണ്ട്. മറ്റേ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് വേണമെന്നില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. വെള്ളം കുടിക്കുന്ന സമയത്ത് മാംഗോ ജ്യൂസ്, പിന്നെ പേര് കിട്ടാത്ത അവസ്ഥ, പിന്നെ എന്താ പറയാ ചുണ്ട് കുറേ ഞാൻ വീഡിയോസ് കാണാറില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഒന്ന് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാം. അത് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഈ പറഞ്ഞതൊക്കെ ബട്ട് അതിന് മുന്നായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു മെന്റലിസം ഒരു എക്സ്പെരിമെന്റ് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ അതിലേക്ക് പോവാണെങ്കിൽ മാംഗോ ജ്യൂസ് ഉണ്ട്, വെള്ളം ഉണ്ടോ? ഓക്കെ, വെള്ളമൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാംഗോ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കണമെന്നാണ്. ഓക്കെ, മാംഗോ മതിയോ? മാംഗോ ഓക്കെ, ശരി. സോ ഇനി അതിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിലേക്ക് പോവാം. റൈറ്റ്. സോ അഗൈൻ നമ്മൾ ഒന്നും സെറ്റ് ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുമല്ല. റൈറ്റ്, ഒന്നുമല്ല. സോ ഇപ്പോൾ ഈ മൊമെന്റിലാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ മൊമെന്റിലാണ് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത്. റൈറ്റ്. സി തിങ്ക് ലൈക്ക് ബാക്ക് ഇൻ സ്കൂൾ ടൈംസിൽ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങളിങ്ങനെ ചുമ്മാ ഓക്കെ ക്ലാസ്സിൻ്റെ വെളിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ഇങ്ങനെ കാണുന്നു, ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ പല ഫ്രണ്ട്സും മനസ്സിൽ വന്ന് പോയിട്ടുണ്ടാവും. അതിൽ ഒരാളെ പെർട്ടിക്കുലറായിട്ട് ചിലപ്പം വിഷ്വലൈസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും. കിട്ടിയോ അങ്ങനെ ആരെങ്കിലും? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് വിചാരിച്ചത്. ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്കറിയാനൊരു വഴിയില്ല അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്തുവാ? മനു സി കെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, മനു. ഓക്കെ, ശരി, മനു ഫോർ എക്സാമ്പിൾ മനു. റൈറ്റ്. സോ അപ്പം മനുവിൻ്റെ അടുത്ത് അവിടെ നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു കാര്യം ജസ്റ്റ് മനസ്സിനകത്ത് ഇങ്ങനെ ആലോചിക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണ്, നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്ന കാര്യം ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്തോളൂ. ഓക്കെ ഡൺ. ഒന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് വന്ന കാര്യങ്ങളാണല്ലേ? ഇതിന് മുന്നേ എനിക്ക് അറിയാനായിട്ടൊരു വഴിയില്ല. റൈറ്റ്, എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഇതൊക്കെ പറയുന്ന സമയത്ത് ബിഫോർ ഐ സേ എനിത്തിങ് ടു യു, ഇനി സി നത്തിങ് ബട്ട് എ പീസ് ഓഫ് പേപ്പർ. ഓക്കെ, ഇതിനകത്ത് ക്യാമറ കാണിക്കണമെങ്കിൽ ക്യാമറ കാണിക്കാം, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു റീഡ് ഇറ്റ് ഫസ്റ്റ് അങ്ങനെ ചെയ്യാം. അതൊന്ന് വായിക്കാം, ഉറക്കെ വായിക്കാമോ? യു വിൽ തിങ്ക് ഓഫ് മനു. യു വിൽ തിങ്ക് ഓഫ് മനു. ഇത് ആൻഡ് ബ്രോ ഇത് നേരത്തെ എഴുതിയിട്ട് വന്നോ? അപ്പം ഞാൻ ഈ കാര്യം കിട്ടുന്നുണ്ടോ? കിട്ടിയാ? ഒരു കാര്യം ചോദിക്കട്ടെ, പറഞ്ഞു ഈ സംഭവം നേരത്തെ എഴുതി വന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്ന എങ്ങനെ മനസ്സിലായി? ഇത് പേരൊക്കെ എങ്ങനെ കിട്ടിയേ? ഞാൻ ആകെ എന്തോ പോലൊക്കെ ആകുന്നുണ്ട്. കയ്യിൽ വെച്ചോ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് എഗെയിൻ ആൾക്കാർ കാണുന്ന ഓഡിയൻസ് തിങ്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആകെ ഉള്ളൊരു പോസിബിലിറ്റി മനസ്സിലാലോചിക്കാനുള്ളത് എനിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു പോസിബിലിറ്റി ആയിരിക്കും. ടെൻഷൻ കൈവരച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ എടുത്ത് പുറത്ത് വരുമോ എന്നുള്ള പേടിച്ചിട്ട്. ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഈ മൊമെന്റിൽ തിങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ തിങ്ക് ചെയ്തൊരു കാര്യമാണ് അല്ലേ? റൈറ്റ്. ആ മനുവായിട്ടുള്ള കോൺവെർസേഷനിൽ എന്താ ആലോചിച്ചത്? എന്താ എവിടെടാ സ്കൂൾ എന്തൊക്കെയോ സംതിങ് സംസാരിക്കുന്ന ആലോചിച്ചു. സ്കൂളിൻ്റെ മനൂസിക്കാണ് ബെസ്റ്റ് ഫ്രണ്ട്, മനൂസിക്ക് ശ്രീധർ അങ്ങനെയൊക്കെ ആയിട്ട് 3 പേര്. ഓക്കെ, കൂൾ, അടിപൊളി. സോ താങ്ക് യു. ആൻഡ് ഈ ട്രിക്ക് എന്ന് പറഞ്ഞു തരണേ, ഇതും വാച്ചിൻ്റെ എല്ലാ സംഭവം. ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ കുറേ ട്രിപ്പൊക്കെ ഒരു ബോധമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ തമ്മിൽ ഭയങ്കര പ്ലാനിങ് ആണെന്ന്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ആറ് നമുക്കൊന്നും അറിയില്ല, നമുക്ക് ലൈവായിട്ട് നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ വിശ്വസിക്കുമല്ലോ. കുറേ കമൻസ് വരുന്നുണ്ട്, ഇത് പറ്റിക്കലാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമുക്കെല്ലാം തീർക്കണം. ഇനി ഒരു കമന്റ് വരാൻ പാടില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് അവിടെ പോവാം. ചേട്ടാ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരാണ് വല്ല ആവശ്യം ഉണ്ടായോ? അപ്പോൾ ആളൊരു മെന്റലിസ്റ്റ് ആണ്, മിസ്റ്റർ അർജുൻ. ചേട്ടൻ മനസ്സിലെ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. സോ ചേട്ടൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല, ജസ്റ്റ് ഒരു 5 minutes എന്തെങ്കിലും ചുമ്മാ ഫാസ്റ്റ് ആയിട്ട്.
സോ ചേട്ടാ എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ആയിട്ടൊരു കാര്യം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓക്കെ, ഇത് ഒരു ഡൈസാണ്. അഫ്കോഴ്സ് ചേട്ടനത് അറിയാം അല്ലേ? ചേട്ടൻ്റെ പേര് സാബു. സാബു. ഓക്കെ ചേട്ടാ, ഞാനത് കൈ തരാം. ഫസ്റ്റ് തിങ്, അതിനകത്ത് 1 2 3 4 5 6 സൈഡ്സ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താവോ? ചില ആൾക്കാർ വിചാരിക്കും അത് ട്രിക്ക് ഡൈസ് ആണ്, അതിലെന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടാവുന്നൊക്കെ ആൾക്കാർ അല്ലേ പൊതുവെ വിചാരിക്കാറുണ്ട്, മജീഷ്യന്മാരെന്ന് പറയുന്ന സമയത്ത് തന്നെ. സോ നമ്മളുണ്ടല്ലോ, ഇത് ഓരോ തവണ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഷഫിൾ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക, ബേസിക്കലി ഇതിനകത്ത് ഓരോ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ക്യാമറയ്ക്ക് ചിലപ്പോൾ അവിടെ നിന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും പ്രോബബ്ലി, ബട്ട് ഇപ്പം വന്നത് 2 ആണല്ലേ? 2 ആണോ? ചേട്ടൻ്റെ കയ്യിൽ വെക്കാമോ? അപ്പോൾ ഇനി ഞാൻ ചെയ്താൽ വിചാരിക്കും ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ചേട്ടൻ ഇതുപോലെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഷഫിൾ ചെയ്യാമോ? എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുക. ആ സമയത്ത് എന്തെങ്കിലും ഒരു നമ്പർ വന്നിട്ടുണ്ടാവും, ഏതാ വന്നത് നോക്കാവോ? കാണിക്കണോ? നോക്കിയോ, ചേട്ടൻ നോക്കിയോ, എത്രയാണ് വന്നത്? 6 ആണ് വന്നത്. ഈ ഓരോ സമയം ഓരോ ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് വരുന്നത്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ചേട്ടൻ അതുപോലെ ഷഫിൾ ചെയ്യുക, എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. റൈറ്റ്, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ചേഞ്ച് ചെയ്യേണ്ട, പിന്നീട് നമുക്ക് ക്യാമറ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ബ്രോയും നോക്കണ്ട. ഇനി എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഇതാക്കുന്നതെന്ന് വിചാരിക്കും. സോ ഒന്ന് ഷഫിൾ ചെയ്തോളൂ ഇഷ്ടമുള്ള ഇതിൽ. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തോളൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നോക്കാവോ ഏത് നമ്പറാണ് വന്നതെന്നുള്ള കാര്യം. ഫൈൻ. ചേട്ടാ, ഞാൻ എപ്പോഴും നോക്കുന്നില്ല, അത് കവർ ചെയ്തോ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് ഞാൻ ലൈക്ക് 1 to 6 ഞാനൊന്ന് പറയും. 1 2 3 4 5 ഞാൻ 5 6 ഞാൻ പറയും. ഞാൻ ഓരോ നമ്പർ പറയുമ്പോഴും ഞാൻ ചോദിക്കും ആ നമ്പറാണോ കണ്ടേന്ന് ചോദിക്കും. ചേട്ടൻ ആണെങ്കിലും അല്ലെങ്കിലും ചേട്ടൻ യെസ് എന്ന ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഏത് നമ്പറാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, മേ ബി ഐ നീഡ് യുവർ ഹെൽപ്പ് ഓൾസോ. ഓക്കെ, ഓഡിയൻസിന് അവിടെ നിന്ന് കറക്റ്റായിട്ട് ചേട്ടൻ്റെ എക്സ്പ്രഷൻ കാണുന്ന രീതിയിൽ നിന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, സോ മനസ്സിലായല്ലോ? ചേട്ടൻ്റെ നമ്പർ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പറയാം? യെസ് എന്ന് പറയാം. ഓക്കെ, സോ ചേട്ടാ നമ്പർ 1 ആണ് കണ്ടത്. വെരി ബോൾഡ്, വെരി കോൺഫിഡൻറ്റ് യെസ് അല്ലേ? എനിക്ക് കണ്ടിട്ട് യെസ് 1 എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നുണ്ട്. നമ്പർ 2 ആണ് കണ്ടത്. ഓക്കെ, നമ്പർ 3 ആണ് കണ്ടത്. 4 ആണ് കണ്ടത്. 5 ആണ് കണ്ടത്. 6 ആണ് കണ്ടത്. ഓക്കെ, പുള്ളിക്കാരൻ ഞാൻ വിചാരിച്ചാൽ വളരെ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇനീഷ്യലി പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് പുള്ളി കുറച്ച് റിലാക്സ്ഡ് ആയി. സോ ഐ ഡോണ്ട് തിങ്ക് ഒരു 4 5 6 ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ നമ്പർ 1 or 2. ഷുവർ ആണോ? ഓക്കെ, ക്യാമറ ഒന്ന് കാണിക്കാവോ? മേക്ക് ഷുവർ ഇറ്റ് ഈസ് 2. ഓക്കെ, ഇറ്റ് ഈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത്തവണ ഉണ്ടല്ലോ, എനിക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആക്കാം. ഓക്കെ, ഞാൻ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ചേട്ടൻ്റെ മുഖത്ത് ഞാൻ നോക്കത്തില്ല. ചേട്ടൻ്റെ വോയിസ് മാത്രമായിരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, സോ വോയിസ് കേട്ടിട്ട് ചേട്ടൻ ഏത് നമ്പറാണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാനായിട്ട് ട്രൈ ചെയ്യും. സിമ്പിൾ. ഓക്കെ, ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. എന്താ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, എന്നെ കാണിക്കണ്ടേ? ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ആ നമ്പർ ഏതാണെന്ന് നോക്കാവോ? ജസ്റ്റ് നോക്കി വെക്കാവോ? കഴിഞ്ഞോ? നൗ ഞാനിപ്പോൾ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ചേട്ടൻ 1 to 6 ഒന്ന് ഉറക്കെ കൗണ്ട് ചെയ്യാവോ? ആ നമ്പർ മനസ്സിൽ വിചാരിച്ചിട്ട് ക്യാമറ നോക്കിയിട്ട് ഒന്ന് 1 to 6 ഉറക്കെ കൗണ്ട് ചെയ്യാവോ? 1 to 6. 1 to 6. 1 2 3 4 5 6. ഒരു മിനിറ്റ് ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കട്ടെ. ഓക്കെ, ശരി, ഡൺ. ഓക്കെ, ഒന്ന് ക്യാമറ നോക്കിയിട്ട് കൗണ്ട് ചെയ്യാവോ? 1 2 3 4 5 6. It's like very difficult. ഒന്നുകൂടി കൗണ്ട് ചെയ്യാവോ? 1 2 3 4 5 6. I think it's 5. ഓ, താങ്ക് യു. ഒരു നിമിഷം എന്നെ ടെൻഷൻ ആക്കി. ഇത് 5 തന്നെയാണ്, എക്സാക്ട്ലി 5 തന്നെയാണ്. റൈറ്റ്, ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. എൻ്റെ മൈൻഡ് നിങ്ങൾ എടുത്തോ? ഒരിക്കലില്ല. സോ ചേട്ടൻ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എൻ്റെ പേര് അർജുൻ എന്നാണ്. സ്ഥലം ഇവിടെ തന്നെ ട്രിവാൻഡ്രം. എന്ത് ചെയ്യുന്നു മെന്റലിസ്റ്റ്? വേറെ ഫുൾ ടൈം ഇത് മെന്റലിസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. മെന്റലിസ്റ്റ് അർജുൻ എന്നാണ് നെയിം. പോയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യുക, എല്ലായിടത്തും വീഡിയോസ് പറയാം. കേരളത്തിന് പുതിയൊരു മലയാളി മെന്റലിസ്റ്റ് ഇതാ ജനിക്കുന്നു. എനിക്ക് പുള്ളിയെ പരിചയമില്ല എങ്കിലും പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എങ്കിലും എനിക്ക് ആദ്യമാണ്. ഇറ്റ്സ് വെരി അമേസിങ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു ഫോർ യുവർ ടൈം ഓൾസോ. താങ്ക് യു. താങ്ക് യു.